ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിലെ ഏറ്റവും ദയനീയമായ ഒരു കാഴ്ചയാണ് ഇന്നലെ നമ്മൾ കണ്ടത്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ശ്രീലങ്ക തീരത്തിന് സമീപമായിട്ട് ഇറാന്റെ പടക്കപ്പൽ അന്തർവാഹിനി ഉപയോഗിച്ച് അമേരിക്ക അടിച്ചു തകർത്ത. അത് വളരെ വിചിത്രമായ ഒരു കാര്യം. ഈ കപ്പൽ യുദ്ധം ചെയ്യാവുന്ന കപ്പലല്ല. നമ്മുടെ ഇന്ത്യയിൽ വിശാഖപട്ടണത്തോ മറ്റോ നടക്കുന്ന അതിന്റെ ഒരു ഒരു പരിശീലന പരിപാടിയിലോ മറ്റോ പങ്കെടുക്കാൻ വന്നിട്ട് പ്ലാറ്റൂൺ ഷോ ആയിരുന്നു എന്നാണ്, അങ്ങനെ എന്തോ ആണ്. അത് കഴിഞ്ഞിട്ട് മടങ്ങിപ്പോയതാണ്. അല്ലാതെ ഒരിക്കലും ഇത് യുദ്ധത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വന്ന ഒരു യുദ്ധ കപ്പലായിരുന്നില്ല ഇത്. എന്തായാലും 100-ലധികം പേര് കൊല്ലപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത്. 87 മൃതദേഹങ്ങൾ കിട്ടി എന്നാണ് രാവിലത്തെ ഉള്ള റിപ്പോർട്ട്. അത് മാത്രമല്ല, ഇപ്പൊ ഇന്ന് രാവിലെ നമ്മൾ ഈ ചാനലുകളിൽ കണ്ടു ഇവർ പങ്കെടുത്ത ആ മിലൻ സൈനികാഭ്യാസം. അതെ, ആ അഭ്യാസത്തിനകത്ത് ഈ ഇറാൻ സൈനികർ, ഈ നേവി, അവരുടെ സൈനികർ പരേഡ് നയിച്ചു പോകുന്ന ഒരു കാഴ്ച നമുക്ക് വളരെയധികം സങ്കടം തോന്നി. കാരണം ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൽ നമ്മളെ ഏറ്റവും അധികം വേദനിപ്പിച്ച, ബാക്കി നമ്മുടെ ഒരു അഭിപ്രായം, ഇറാനിലെ ഈ മത സർക്കാരിന്റെ പ്രവർത്തനം ശരിയല്ല എന്ന് നമുക്കൊരു അഭിപ്രായമുണ്ട്. എങ്കിൽ പോലും നമ്മളെ ഈ മാനസികമായിട്ട് വേദനിപ്പിച്ച 2 സംഭവങ്ങളാണ്. ഒന്ന്, കുഞ്ഞുങ്ങൾ 180-ലധികം കുഞ്ഞുങ്ങളെ ബോംബിട്ട് കൊന്നതും മിസൈൽ അയച്ചു കൊന്നതും, അതിനുശേഷം നടന്ന ഈ സംഭവം. ഇതുകൊണ്ട് ഇപ്പം സംഭവിച്ചിരിക്കുന്നത് ഏറ്റവും വലിയ പ്രശ്നത്തിൽ വന്ന് വീണിരിക്കുന്ന ഇന്ത്യയാണ്. അമേരിക്ക കാണിച്ച ഈ നെറികേടെന്ന് തന്നെ നമുക്ക് പറയാം. ഇത് കാരണം സംഭവിച്ച നമ്മൾ ഇന്ത്യ ക്ഷണിച്ചു വരുത്തിയ രാജ്യങ്ങളുടെ കപ്പൽപ്പടയാണ്. നമ്മളൊരു ചടങ്ങ്, ഇന്ത്യയുടെ ചടങ്ങ് നമ്മൾ സംയുക്ത നാവികാഭ്യാസത്തിന് വിളിച്ചതാണ്. എന്നിട്ട് ഇവന്മാര്, ഈ അമേരിക്കക്കാര് അവരുടെ കപ്പൽപ്പടയെ അയച്ചില്ല. അവർ വരാമെന്ന് ഏറ്റിരുന്നാണ്, അവരത് അയച്ചിട്ടില്ല. അവരയക്കാതെയാണ് തന്ത്രപൂർവ്വം അവർ അന്തർവാഹിനി ഉപയോഗിച്ച്, എനിക്ക് തോന്നുന്നു 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇത്തരം ഒരു ആക്രമണം ആദ്യമായിട്ടാണ്. അപ്പം ഈ കപ്പൽപ്പട അവര് തിരിച്ചു വരുന്ന സമയത്ത് അപ്പൊ എത്രത്തോളം ഇവർ ഇതിനെ നിരീക്ഷിച്ചിരുന്നു എന്നുള്ളതാണ്. ഇതിനകത്ത് ഇന്ത്യയുടെ പ്രതികരണമാണ് എല്ലാവരും ഇപ്പൊ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഇത് ഇന്ത്യൻ തുറമുഖങ്ങൾ ഇതിനുവേണ്ടി അമേരിക്ക ഉപയോഗിക്കുന്നുള്ള ആരോപണം നമ്മുടെ നാട്ടിലെ പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഇപ്പോഴും. അതൊരു വലിയ ഒരു പ്രശ്നമാണ് നമുക്ക്. അതിന് എന്ത് മറുപടി നമുക്ക് പറയാൻ? അതാണ് ഇപ്പം ഗോൾ എന്ന് പറയുന്ന ശ്രീലങ്കയുടെ തീരത്തു നിന്ന് 75 കിലോമീറ്റർ, നോട്ടിക്കൽ മൈൽ വരുമ്പോൾ എത്രയാണെന്ന് അറിയില്ല, ഇത്ര കിലോമീറ്റർ മാറിയാണ് ഈ കപ്പലിന് നേരെ ആക്രമണം. അത് അന്താരാഷ്ട്ര സമുദ്രപാതയിലാണെന്ന് തോന്നുന്നു, അന്താരാഷ്ട്ര കപ്പൽശാലയിലാണ് ഇത് സംഭവിച്ചത്. അവിടെയാണ് ഇത് ആക്രമിക്കപ്പെട്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അന്താരാഷ്ട്ര കടൽ നിയമങ്ങളുടെ ലംഘനം തന്നെയാണ്. കാരണം ആ അന്താരാഷ്ട്ര കപ്പൽശാല വഴി പോകുന്ന കപ്പലുകൾക്കെല്ലാം ഒരു പ്രോട്ടോകോൾ ഉണ്ടല്ലോ. ആ ഒരു പ്രോട്ടോകോൾ ലംഘിച്ചുകൊണ്ടാണ് യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ. അമേരിക്കയ്ക്ക് അറിയാമായിരിക്കുമല്ലോ ഇത് ഇന്ത്യയിൽ വന്നത് നമ്മുടെ പരിശീലന പരിപാടി പങ്കെടുക്കാൻ, അതല്ല ഒരിക്കലും യുദ്ധം ചെയ്യാൻ വന്നതല്ല എന്ന് അവർക്ക് അറിയാം. ഒന്നുകിൽ മനഃപൂർവ്വം ചെയ്താവും, ഇന്ത്യ കൂടെ ഇതിനകത്തൊന്ന് നമ്മളെ പിടിച്ചിടുക, നമ്മളെ ഇതിൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കുക എന്നുള്ളത് തന്നെ. ഇപ്പം ഇന്ത്യ ഇതുവരെ ഈ ഇറാൻ ആക്രമണത്തിൽ ഒരു നിലപാട് പ്രഖ്യാപിച്ചിട്ടില്ല. നമ്മൾ ചേരിചേര രാജ്യം എന്നുള്ള നിലയിൽ നമുക്ക് അങ്ങനെ പറയാനും പറ്റില്ല. രണ്ടു കൂട്ടരും നമുക്ക് വേണ്ടപ്പെട്ട. അപ്പം നമ്മുടെ ഇവിടുത്തെ പ്രതിപക്ഷവും ഇടതു പാർട്ടികളും പറയുന്നത് അപലപിക്കണം, ഇന്ത്യ അപലപിക്കണമെന്നായിരുന്നു. ഇന്ത്യ അതിനെ അപലപിച്ചിട്ടില്ല ഇതുവരെ. ഈ ആക്രമണത്തെ ഇന്ത്യ അപലപിച്ചിട്ടില്ല. പക്ഷേ ഈ ഒരു സംഭവത്തിൽ ഇന്ത്യക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇന്ത്യയെ ശരിക്കും ഒരു നല്ലൊരു കെണിയിലാണ് ഇത് കൊണ്ട്. അല്ലാതെ അമേരിക്കയുടെ തന്ത്രം തന്നെയാണ്. കാരണം നമ്മൾ ഏത് ഭാഗത്തു നിന്നാണ് നമ്മളെ കൊണ്ട് പറയിപ്പിക്കാനുള്ള ശ്രമമായിരിക്കും അവർ നടത്തുന്നത്. അവർക്കറിയാം ഇറാനുമായി ഇന്ത്യക്ക് ഇങ്ങനെ കാണിക്കുന്ന നല്ല ബന്ധമാണ്. നമുക്ക് നല്ല നിയന്ത്രണബന്ധമുള്ള രാജ്യം, നമ്മൾ അവിടെ എണ്ണ വാങ്ങുമായിരുന്നു. അവിടെ ചബ്ബർ തുറമുഖം നമ്മളാണ് അതിൻ്റെ കുഴപ്പം നടത്തി. അതെ, അങ്ങനെയൊക്കെ ഉള്ള ഒരു അവസ്ഥയിൽ നമ്മൾ ഇവിടെ നിൽക്കുന്നു എന്നുള്ള ചോദ്യം പ്രസക്തി ഒന്നുമില്ല. കാരണം നമ്മൾ ചേര രാജ്യമാണ്, നമ്മളങ്ങനെ ആരുടെയും കൂടെ നിൽക്കുന്നവരുന്നല്ല. പക്ഷേ ഇതൊരു അവസരം കിട്ടിയപ്പോൾ ഇവരെല്ലാവരും എടുത്തും കൊണ്ട് പ്രയോഗിക്കുകയാണ്. മാത്രമല്ല, ഇപ്പം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം യുദ്ധം ഇന്ത്യയെ അഫക്റ്റ് ചെയ്ത് തുടങ്ങി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പെട്രോളിയം. എന്തായാലും അതിൽ വലിയ ആശ്വാസകരമായ ഒരു കാര്യം, റഷ്യ ഇന്ത്യക്ക് എണ്ണ തരാൻ സമ്മതിച്ചു. അതുകൊണ്ടാണ്. പിന്നെ മാത്രമല്ല, നമ്മുടെ ഇപ്പൊ നമുക്ക് ഇന്ത്യൻ വിപണിയിൽ എണ്ണ കിട്ടുന്നത് അന്താരാഷ്ട്ര ക്രൂഡ് ഓയിൽ വില കുറഞ്ഞു നിൽക്കുന്ന സമയത്തും കൂടിയ വിലയ്ക്കാണ് നമുക്ക് എണ്ണ കിട്ടിയത്. എനിക്ക് തോന്നുന്നത് ഈ ബാരലിന് 70 രൂപ ഉള്ള സമയത്താണ് നമ്മൾ ഈ വിലയ്ക്ക് കൊടുക്കുന്നത്. ഇത് 100 രൂപ വില ഉള്ളപ്പോഴും ഇതേ വിലയ്ക്കാണ് കൊടുത്തോണ്ടിരുന്നത്. അപ്പൊ ഇത് മുന്നോട്ട് വില കൂടിക്കഴിഞ്ഞാൽ പെട്രോളിയം വിലയെ നമുക്ക് സാരമായിട്ട് ബാധിക്കും എന്ന് തോന്നുന്നില്ല. പക്ഷേ അത് മറികടക്കാനുള്ള സംവിധാനം
ഇന്ത്യ നമുക്ക് നമ്മുടെ കൈവശം 25 ദിവസത്തേക്കുള്ള ക്രൂഡ് ഓയിൽ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. പക്ഷേ അവശേഷിക്കും. റഷ്യ പറയുന്നത് ഇത് മാത്രം LNG ഒക്കെ തരാമെന്നാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ഗ്യാസ് എന്ത് വേണമെങ്കിലും. കാരണം മോദിയെ സംബന്ധിച്ചിടത്തോളം പുടിനുമായി വളരെ അടുത്ത ബന്ധമാണ് അദ്ദേഹത്തിനുള്ളത്. അതെ. മാത്രമല്ല പുടിൻ ഇപ്പോൾ ലോകത്ത് ഒരുപാട് രാജ്യങ്ങളിൽ പോകാൻ കഴിയുകയില്ല, പോയാൽ അവരെ അറസ്റ്റ് ചെയ്യുമെന്നുള്ളൊരു അവസ്ഥയുണ്ട്. പക്ഷേ ആ ഒരു സ്ഥിതിയിൽ ഇന്ത്യ വിളിച്ചു വരും നമ്മുടെ വിശിഷ്ടാതിഥിയെ സ്വീകരിക്കുക, നമ്മൾ അങ്ങേറ്റം ആദരവോടുകൂടി പെരുമാറുകയും ചെയ്തു. അതിൻ്റെയൊക്കെ ഒരു നമ്മൾ നയതന്ത്ര ബന്ധങ്ങളുടെയും കൂടെ ഒരു ഗുണഫലമാണ് ഇത് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ സ്പെയിന് അതിശക്തമായിട്ട് തന്നെ അമേരിക്കയ്ക്കെതിരെയാണ്. എതിരാണ്. അപ്പോൾ അവർ പറയുന്നത് അമേരിക്കയുടെ മേധാവിത്വം അംഗീകരിച്ചു കൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല, ആ രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. കാരണം വെനസ്വേലയിൽ അവർ ചെയ്ത കാര്യം മറ്റു രാജ്യങ്ങളിൽ ആവർത്തിച്ചുകൂടായില്ല എന്നുള്ള ഭയം ഇപ്പോൾ എല്ലാവർക്കും വന്നു തുടങ്ങിയിട്ടുണ്ട്. അത് ഈസിയായിട്ട് പറ്റുമല്ലോ. എല്ലാ രാജ്യങ്ങളിലും സൈനിക താവളങ്ങളും വ്യോമ താവളങ്ങളും ഒന്നുമില്ലെങ്കിൽ അവരുടെ കടലിനകത്ത് ഒരു പടക്കപ്പലെങ്കിലും ഒരു നങ്കൂരമിട്ട് കിടക്കുന്നുണ്ട്. അതെ. അവിടെയാണ് അതിൻ്റെ ഒരു നമ്മൾ ചൂണ്ടിക്കാണിക്കേണ്ട ഒരു അപായ സാധ്യതയുള്ളൂ. ഈ ട്രംപ് എന്ന് പറഞ്ഞ പ്രാന്തനാണ്. അതെ. ഇയാൾ എന്ത് ചെയ്യും എപ്പോൾ ചെയ്യുമെന്ന് നമുക്ക് പ്രവചനാതീതമാണ്. അപ്പോൾ അവിടെ സുപ്രീം കോടതി തീരുവ കുറയ്ക്കാൻ പറഞ്ഞപ്പോൾ ജഡ്ജിയെ ചീത്ത വിളിച്ച് തന്റെ പണി നോക്ക് എന്ന് പറഞ്ഞാൽ, അപ്പം അവിടെ ജഡ്ജിയെ പറയുന്നതിന് കുഴപ്പമില്ല. നമ്മുടെ നാട്ടിലെ പോലെ കോർട്ടലക്ഷ്യോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. വളരെ മോശമായ ഭാഷയിലാണ് പറഞ്ഞത് ജഡ്ജിമാരെ കുറിച്ചൊക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരാളുടെ ഒരു സമീപനം ആയിരിക്കും അദ്ദേഹത്തിന്റെ സൈനിക നീക്കങ്ങളിലും പ്രതിഫലിക്കുക. അപ്പം ശരിക്കും ഏതാണ്ട് ഇസ്രായേല് ഏതാണ്ട് 5000-ഓളം മിസൈൽ ബോംബ് അവിടെ ഇറാനിൽ വർഷിച്ചു എന്നാണ് പറയുന്നത്. ഇപ്പം ബെയ്റൂട്ടിന് നേരെയും ഉണ്ട്. കാരണം അവിടെ ലെബനനിലെ ഹിസ്ബുള്ളയെ നമ്മൾ നേരിടണമല്ലോ. മാത്രമല്ല ഇപ്പോൾ ഇന്ന് നമ്മളെ ടൈംസ് ഓഫ് ഇസ്രായേൽ പോലെയുള്ള ഇസ്രായേൽ ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമങ്ങളൊക്കെ തന്നെ പറയുന്നത് ഒരു 2 ആഴ്ചയെങ്കിലും ഇതേപടി നിലനിർത്തണമെന്നാണ് ഇസ്രായേൽ ആഗ്രഹിക്കുന്നതെന്നാണ്. കാരണം അങ്ങനെ ആണെങ്കിൽ മാത്രമേ ഇറാന്റെ സൈനിക ശേഷി പൂർണ്ണമായും തച്ചു തീർക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അതിന്റെ കൂട്ടത്തിൽ അപ്പുറം ചാടി ഹൂതികളെയും ഹിസ്ബുൾസിനെയും എല്ലാം അടിച്ചു തകർക്കാം. അതെ. കാരണം ഈ ഹമാസ് ഇപ്പോൾ ഏതാണ്ട് ഗാസയിൽ അവരെ തീർത്ത അവസ്ഥയിലാണ്. ഈ ഹിസ്ബുള്ള ചില്ലറക്കാരല്ല. അപ്പോൾ അവരെ നേരിടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരുപക്ഷെ ഇസ്രായേൽ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അമേരിക്ക കൂടെയുണ്ട്. 2 ആഴ്ച എടുത്താലും വേണ്ടില്ല, ഇവരെല്ലാവരും അങ്ങ് തീർത്തേക്കാന്ന് അവർ വിചാരിച്ചു എന്നാണ് തോന്നുന്നത്. പക്ഷേ നമ്മുടെ ഇന്ത്യ പോലുള്ള ചേരിചേരാ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്കിതിൽ ഇടപെടാതെ ഇരിക്കാനും പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇത് നീണ്ടുപോയാൽ പക്ഷം പിടിക്കേണ്ടി വരുമല്ലോ. സ്വാഭാവികം. അതായത് ലോകരാഷ്ട്രങ്ങൾ ചേരി തിരിയാൻ തുടങ്ങും ഇത് നീണ്ടുപോയാൽ. കാരണം ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന യൂറോപ്പിനെ ആയിരിക്കും. ഈ ഒരു ആക്രമണം ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന യൂറോപ്പിനെയാണ്. യൂറോപ്പിൽ എന്താണ് ഇപ്പം യൂറോപ്പിൽ ഗ്യാസ് ഉപയോഗിച്ചാണ് വീട് ചൂടാക്കുന്നത് വരെ ഗ്യാസ് ഉപയോഗിച്ചു. അപ്പോൾ അവിടെ പെട്രോളിയത്തിനേക്കാൾ അവർക്ക് ആവശ്യം ഈ നാച്ചുറൽ ഗ്യാസ് ആണ് അവർക്ക് ആവശ്യം. അവരുടെ ഈ ഹീറ്ററുകൾ വർക്ക് ചെയ്യുന്നത് ഗ്യാസ് ഉപയോഗിച്ചാണ്. ഈ കറണ്ട് ചാർജ് ഭീകരമായ തണുപ്പാണല്ലോ ഇപ്പോൾ അവിടെയൊക്കെ അനുഭവപ്പെടുന്നത്. അമേരിക്ക പോലെ രാജ്യങ്ങളിലും മറ്റു രാജ്യങ്ങളിലും യൂറോപ്യൻ കൺട്രീസിൽ അതാണ് അനുഭവപ്പെടുന്നത്. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു യുദ്ധം നീണ്ടുപോവുകയും ഈ ഗ്യാസും എണ്ണയും കിട്ടാതെ വരികയും ചെയ്ത് കഴിയുമ്പോൾ ജനജീവിതത്തെ ബാധിക്കും. ഒരുപാട് പേർക്ക് ജനങ്ങൾക്ക് പോലും ജീവഹാനി ഈ രീതിയിൽ സംഭവിക്കാം. തീർച്ചയായും. കാരണം തണുപ്പ് നേടാൻ കഴിയാതായി പോലും അവസരം അവിടെ ആളുകൾ. ഇപ്പം ഇന്നിപ്പോൾ ട്രംപ് പറഞ്ഞേക്കുന്ന ഈ മറ്റേ കടലിടുക്കുണ്ടല്ലോ, ഹോർമൂസ് കടലിടുക്കിൽ വഴി പോകുന്ന അവർക്കുള്ള ഇൻഷുറൻസ് തുക കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഇൻഷുറൻസ് തുക കൂട്ടും. ഇനി അതുവഴി പോകുമ്പോൾ ഇൻഷുറൻസ് തുക കൂട്ടും. ഇൻഷുറൻസ് കമ്പനികൾ തുക കൂട്ടും. ഇന്ന് മുതൽ കപ്പലിൻ്റെ ഇൻഷുറൻസ് കൂടാതെ കൊണ്ടുവന്ന സാധനങ്ങൾക്ക് ഇൻഷുറൻസ് ഉള്ളതാണല്ലോ. സാധനങ്ങൾക്ക് മനുഷ്യജീവന് എല്ലാത്തിനും വിലയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഇൻഷുറൻസ് കമ്പനികൾ ഭയങ്കര പ്രീമിയം കൂടും. കാരണം ഒരു ട്രിപ്പിന് ആയിട്ടാണ് തോന്നുന്നത് ഒരു ഇൻഷുർ ചെയ്യുക. അതെ. ഇപ്പോൾ ഒരു കപ്പൽ ഒരു സെയിലിങ്ങിന് പോകുന്ന സമയത്താവും ഈ കപ്പൽ ഇൻഷുർ ചെയ്യുക. അത് കപ്പൽ മൊത്തമായിട്ട് അതിനകത്ത് ഇൻക്ലൂഡിങ് ഇല്ല, ബമ്പർ ടു ബമ്പർ എന്ന് പറയുന്ന പോലെ അതിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യും. അതിനകത്ത് ഈ ആക്രമണങ്ങൾ വരുന്നുണ്ടോ എന്നുള്ളൊരു ഘടകമുണ്ട്. ഇപ്പം കപ്പൽ മുങ്ങുന്നു, എന്തെങ്കിലും ടെക്നിക്കൽ തകരാറ് വരുന്നു എന്നുള്ളതല്ലാതെ ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ ആക്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ കപ്പലിന് എന്തെങ്കിലും നേരിട്ടാൽ അതിന് ഇൻഷുറൻസ് കമ്പനി ബാധ്യസ്ഥരല്ല എന്നാണ് ആണല്ലോ. യുദ്ധത്തിൽ ഇൻഷുറൻസ് കമ്പനി ബാധ്യസ്ഥരല്ല. അപ്പോൾ അങ്ങനെ ഒരു ബാധ്യത ഒരു കാരണവശാലും ഒരു ഇൻഷുറൻസ് കമ്പനിയും ഏറ്റെടുക്കാനും സാധ്യതയില്ല. കാരണം ഒരു കപ്പൽ മുങ്ങി ഇത്രയും നാവികര് മരിച്ചാൽ എത്ര കോടാനുകോടി ഡോളേഴ്സ് വേണം അതിൽ നിന്നൊന്ന് ഊരിയെടുക്കും. പിന്നെ അപ്പോൾ അത് സ്വാഭാവികമായിട്ടും വരുന്ന ഒരു സംഭവമില്ല. എന്തായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ദുഃഖകരമായ ഒരു വാർത്തയായിരുന്നു ഇന്നലെ ആ IRIS ദേന എന്ന് പറയുന്ന നമ്മുടെ തൊട്ടയൽവക്കത്തായിട്ട് വന്ന് നമുക്ക് ഒരേ സമയം ആശങ്കയും ഭീതിയും സൃഷ്ടിക്കുന്ന ഒരു പ്രവൃത്തി തന്നെയാണ്.
ആ ഒരു പ്രവൃത്തിയിൽ ഇന്ത്യയുടെ നിലപാടറിയാൻ കാത്തിരിക്കുകയാണ് ലോകരാഷ്ട്രങ്ങളും, വിശേഷിച്ച് ഇന്ത്യക്കാർ.